ഈ വിവാദങ്ങളും ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും പോലെയാണ്. അതായത് ഒരു ലോകകപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വിവാദം വരും. എന്നാൽ വിവാദത്തിൽ മുങ്ങിക്കുളിച്ചൊരു ലോകകപ്പ് നമ്മൾ പറയുന്നത് 1978 അർജന്റീന ജയിച്ച അർജന്റീനയിൽ നടന്നൊരു ലോകകപ്പാണ്. അതിന് പ്രധാന കാരണം പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു. എന്താണ് ശരിക്ക് ഈ ഒരു ലോകകപ്പിന് ഇത്രയും വിവാദമാക്കി തീർത്തത്? 1978 ലോകകപ്പിനെ ഒരു വിവാദമാക്കി തീർത്തത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ എടുത്തു പറയാവുന്നൊരു കാരണം അതിന് 2 വർഷം മുമ്പ് അർജന്റീനയിൽ നടന്ന സൈനിക അട്ടിമറിയാണ്. പട്ടാളം ഭരണകൂടം അധികാരത്തിലേറിയത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് നയിച്ച കാരണങ്ങൾക്കൊരു 30 വർഷത്തോളം അതിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് പഴക്കമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ യുവാൻ പെറോൺ എന്ന അർജന്റീന എക്കാലത്തെയും വലിയൊരു നേതാവിൻ്റെ ഭരണകാലവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 1946 യുവാൻ പെറോൺ പ്രസിഡൻ്റായി അധികാരമേൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആയിരുന്നു, തൊഴിലാളികളോട് ചേർന്ന് നിന്ന നേതാവായിരുന്നു. അവർക്ക് ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ തൊഴിലാനുകൂല്യങ്ങൾ എല്ലാം നൽകിയൊരു ജനപ്രിയനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഇവാ പെറോണും അതുപോലെ തന്നെ വളരെ ജനകീയമായിരുന്നു. ജനങ്ങളോട് ഇടപഴകി ഒരു പ്രഥമ വനിത അകന്നു നിൽക്കുന്ന പോലെ നിന്നിരുന്ന ഒരാളായിരുന്നില്ല. ജനങ്ങളോട് ഇടപഴകി അവരുടെ തോളിൽ കൈയിട്ട് അവരുടെ പ്രിയപ്പെട്ട എവീറ്റ എന്നാണ് അവരെ അർജന്റീനയിലെ ജനങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവാ പെറോൺ ഫൗണ്ടേഷനിലൂടെ കുറേ ഹോസ്പിറ്റൽസ് നിർമ്മിച്ചു, സ്കൂൾസ് നിർമ്മിച്ചു. അങ്ങനെ വളരെ ജനപ്രിയരായിരുന്നു അവർ രണ്ടുപേരും. അപ്പോൾ ആ തലത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തൊഴിലാളികളോട് ചേർന്ന് നിന്നു. ആ രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ ഒരു അപ്പർ ക്ലാസ് ആ ഭാഗത്തു നിന്ന് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്കൊരു വിരോധം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കുറേ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചിട്ടാണ് അവസാനം 1955 അദ്ദേഹം ഒരു അട്ടിമറിയിലൂടെ പുറത്താവുന്നത്. അപ്പോൾ അതോടുകൂടിയാണ് അർജന്റീനയിൽ ഒരു കലുഷമായ രാഷ്ട്രീയ സാഹചര്യം വരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം സ്പെയിനിലേക്ക് കടന്നു. അതുപോലെ തന്നെ എവീറ്റ 33-ാം വയസ്സിലാണ് അവർ ശരിക്കും വളരെ ചെറിയ പ്രായത്തിൽ 33-ാം വയസ്സിൽ തന്നെ അവർ മരണപ്പെട്ടു. ക്യാൻസർ വന്നിട്ട് മരണപ്പെട്ടു. അപ്പോൾ അവരുടെ ഒരു സ്മാരകം ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമാവുന്നേരെ അന്നത്തെ ഭരണകൂടം ഭയന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭൗതിക ശരീരം മിലാനിലേക്ക് കടത്തുകയാണ് ചെയ്തത് ആ സമയത്ത്. പിന്നീടാണ് പെറോൺ തിരിച്ചു വന്നിട്ടാണ് അത് തിരിച്ചു കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പെറോൺ തിരിച്ചു വരുന്നത് ശരിക്കും പറഞ്ഞാൽ 1973 18 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അർജന്റീന സാഹചര്യം തീർത്തും വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പോൾ പെറോണിന് തിരിച്ചു വരുമ്പോൾ വലിയ വരവേൽപ്പൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പെറോണിൻ്റെ അനുയായികൾ തന്നെ 2 ചേരികളായി തിരിഞ്ഞിട്ടുണ്ട്. വലതുപക്ഷ പെറോണിസ്റ്റുകളും ഇടതുപക്ഷ പെറോണിസ്റ്റുകളുമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ വലിയ സംഘടനകളുണ്ട്. അപ്പോൾ പെറോൺ തിരിച്ചു വന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹത്തെ എയർപോർട്ടിൽ സ്വീകരിച്ച സമയത്ത് തന്നെ ഒരു എസീസ എന്ന് പറഞ്ഞ ഒരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. ആ കൂട്ടക്കൊലയിൽ വലതുപക്ഷ പെറോണിസ്റ്റുകൾ ഇടതുപക്ഷ പെറോണിസ്റ്റുകൾക്ക് ആ സംഘടനത്തിൽ 13 പേര് മരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം വന്നിറങ്ങുന്നത് തന്നെ വളരെ സംഘർഷഭരിതമായൊരു സാഹചര്യത്തിലേക്കാണ്. അതിനുശേഷം അദ്ദേഹം അടുത്ത വർഷം തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും തകർന്നടിഞ്ഞ എല്ലാം കൊണ്ടും വളരെ മോശമായ അവസ്ഥയിലുള്ള ഒരു രാജ്യത്തെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാര്യയായ ഇസബൽ പെറോണിന് കിട്ടുന്നത്. ഇസബൽ പെറോണാണ് പിന്നീട് പ്രസിഡൻ്റ് ആവുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്നത്, അവർക്കാണെങ്കിൽ വലിയ രാഷ്ട്രീയ പരിചയമില്ല. നേരത്തെ പറഞ്ഞ ഇവാ പെറോണിനെ പോലെ വലിയ ജനകീയതയുമില്ല. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ആ ഒരു കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്തിരുന്നത്, അവരുടെ ഭരണകാര്യങ്ങൾ ചെയ്തിരുന്നത് ഹോസെ ലോപ്പസ് റെഗ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു അനുയായി എന്നല്ല, അവരെ നിയന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റാസ്പുട്ടിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. റാസ്പുട്ടിൻ റഷ്യൻ രാജ്ഞിമാരുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന റാസ്പുട്ടിൻ. അപ്പോൾ ഒരു അർജന്റീന റാസ്പുട്ടിനെ പോലെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ആശീർവാദത്തോടെയാണ് അർജന്റീനയിൽ അർജന്റൈൻ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അലയൻസ് AAA എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെടുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ അർജന്റീനയിലെ പട്ടാളത്തിൻ്റെ ഈ ഒരു അടിച്ചമർത്തലിന്, ജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് തുടക്കമിട്ട് അവർ ഈ കമ്മ്യൂണിസ്റ്റുകളെയും അതുപോലെ തന്നെ ഗറില്ല ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അടിച്ചമർത്താൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ അതോടൊപ്പം തന്നെ അർജന്റീനയിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. അതിൻ്റെ പണപ്പെരുപ്പം കൂടി. അപ്പോൾ ആ രീതിയിലൊക്കെ ആയപ്പം സ്വാഭാവികമായിട്ടും പട്ടാളത്തിന് ഭരണം ഏറ്റെടുക്കാം, വളരെ സുന്ദരമായിട്ട് സ്മൂത്തായിട്ട് ഭരണം ഏറ്റെടുക്കാവുന്നൊരു സാഹചര്യം നിലവിൽ വന്നു. അങ്ങനെ ഒരു രക്തച്ചൊരിച്ചിലുമില്ലാതെയാണ് പട്ടാളം ഭരണം ഇസബൽ പെറോണിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് 1978 ഹോർഹെ റാഫേൽ വിദേലയുടെ നേതൃത്വത്തിലുള്ള പട്ടാള ഭരണകൂടം അർജന്റീനയിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ജനങ്ങൾ തന്നെ പലരും സ്വാഗതം ചെയ്തൊരു ഇതായിരുന്നു. കാരണം ഈ ഭരണകൂടത്തെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇസബൽ പെറോണിൻ്റെ ഭരണകൂടത്തെ കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ, ഒരു പൊതുധാരണ അർജന്റീനയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പട്ടാള ഭരണകൂടത്തിന് അത് വളരെ എളുപ്പമായി ഈ കാര്യങ്ങൾ.
അപ്പോൾ അങ്ങനെ അപ്പം അവർ പട്ടാള ഭരണകൂടം വന്നതിന് ശേഷവും അവരാദ്യം പ്രഖ്യാപിച്ച ഒരു പദ്ധതി എന്ന നാഷണൽ റീ ഓർഗനൈസേഷൻ പ്രോസസ്സ്, ഒരു പുനരുദ്ധാരണം, രാജ്യത്തിൻ്റെ പുനരുദ്ധാരണം. നമ്മളിപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് കുറേ പേര് അനുകൂലിച്ചിരുന്നല്ലോ, അതായത് അച്ചടക്കം വരും, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ അതേപോലെ അതിൻ്റെ ഒരു പതിപ്പ് പോലെ ആയിരുന്നു ജനങ്ങൾ അതിനെ സ്വീകരിച്ചത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. പിന്നെയാണ് 1976 പട്ടാള അട്ടിമറി നടന്ന് 2 വർഷത്തിനുള്ളിലാണ് ഇവരുടെ തനി നിറം, ഈ ഒരു പട്ടാള ഭരണകൂടത്തിൻ്റെ തനി നിറം വെളിപ്പെടുന്നത്. എത്രയോ പേരെ കാണാതായി, എത്രയോ കുഞ്ഞുങ്ങളെ കാണാതെയായി, എത്രയോ പേരെ ടോർച്ചർ ചെയ്യപ്പെട്ടു. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ പ്രതിഷേധം ഈ ഭരണകൂടത്തിനെതിരെ വരുന്ന സാഹചര്യത്തിലാണ് ലോകകപ്പ് 1978 വേൾഡ് കപ്പ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ 1966 തന്നെ അർജന്റീനയ്ക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ശരിക്കും ജനാധിപത്യ സർക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതൊരു പ്രശ്നമായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പെറോണിൻ്റെ അവരുടെ ലോഗോ, ആ ലോകകപ്പിൻ്റെ ലോഗോ തന്നെ ഒരു 2 കൈ ഇങ്ങനെ പിടിച്ച പോലെ, അത് പെറോണിൻ്റെ ഒരു സിഗ്നേച്ചർ മുദ്രയായിരുന്നു, പെറോണിൻ്റെ പ്രസംഗങ്ങളിലില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഇതായത് അത് മാറ്റാൻ വരെ പട്ടാള ഭരണകൂടത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പെറോണിൻ്റെ ഒരു ജനപ്രീതി മൂലവും പിന്നീട് അതിൻ്റെ എല്ലാ പരസ്യങ്ങളും, ലോകകപ്പ് പരസ്യങ്ങളും അത് വന്നു. അപ്പോൾ ആ രീതിയിൽ മാറ്റാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ അവരതിന് തുനിഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ പട്ടാള ഭരണകൂടത്തിൻ്റെ ഈ ക്രൂരതകൾ അറിഞ്ഞു തുടങ്ങുന്ന സമയത്താണ് ഈ വേൾഡ് കപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ അതായിരുന്നു. അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് ഈ ഒരു വളരെ മോശം സാഹചര്യത്തിലൂടെ, വളരെ ക്രൂരമായൊരു ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഒരു രാജ്യത്ത് വെച്ച് വേൾഡ് കപ്പ് നടത്തുന്ന എന്നൊരു പശ്ചാത്തലത്തിലാണ് അതിൻ്റെ വിവാദങ്ങളുടെ തുടക്കം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ വിവാദങ്ങൾ സ്വാഭാവികമായിട്ടും അന്ന് വലിയ രീതിയിൽ ഉയർന്നുണ്ടാവും. 12 വർഷം മുമ്പാണ് അദ്ദേഹത്തെ കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു 66 അപ്രൂവ് ആയി കിട്ടുന്നതാണ്. ഈ 12 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി രാജ്യങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ഒരു പ്രതിസന്ധി എന്താണ്, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ബാക്കി ലോകരാജ്യങ്ങൾ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ എന്താണ് അവരുടെ നിലപാട്, എന്ത് തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഈ മാറി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടാവല്ലോ, അത്തരത്തിൽ തീരുമാനങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു? പല രാജ്യങ്ങളിലും അങ്ങനെ ഒരു നിലപാട് ഉണ്ടായിരുന്നു. ഫ്രാൻസ്, നെതർലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആ നിലപാട് ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ലോകക്രമം എന്ന് പറഞ്ഞാൽ ഒരു ശീതയുദ്ധ ലോകക്രമമാണ്, ഒരു സോവിയറ്റ് ചേരിയും അതുപോലെ തന്നെ അമേരിക്കൻ ചേരിയും. അപ്പോൾ ബേസിക്കലി എല്ലാ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെയും പിന്തുണക്കുന്ന ഒരു നയം അമേരിക്കൻ ഗവൺമെൻറ് പിന്തുടർന്നിരുന്നു. ഇപ്പം ഈ അമേരിക്കൻ പ്രതിനിധിയായിരുന്ന ഹെൻറി കിസിഞ്ചർ വിദേശയെ സന്ദർശിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്കും പൊതുവെ അപ്പാടെ ലോകകപ്പ് ബഹിഷ്കരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നീട് അതോടൊപ്പം തന്നെ ആ സമയത്താണ് ജോ ഹാവലാഞ്ച് ഫിഫയുടെ പ്രസിഡൻ്റായി വരുന്നത്. അതിപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഫാന്റിനോ പോലെ, സെബ് ബ്ലാറ്റർ പോലെ, അപ്പോൾ അതുപോലെ പൊളിറ്റിക്സിനെ പാടെ തിരസ്കരിച്ചുകൊണ്ട്, പൊളിറ്റിക്സ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഫിഫയെ കുറച്ചുകൂടി ബിസിനസ് വാണിജ്യവൽക്കരിച്ചൊക്കെ കൊണ്ടുവന്നത് എൻ്റെ തുടക്കക്കാരിലൊരാൾ ഹാവലാഞ്ച്. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു, ഫുട്ബോൾ ലോകകപ്പ് എന്തായാലും നടക്കും, നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്നില്ലേ. അപ്പോൾ അതും ഒരു കാര്യമായിരുന്നു. പിന്നെ മൂന്നാമതൊരു കാരണം ഈ പ്രതിഷേധക്കാർ, അതായത് ഇതിനോട് ഈ പട്ടാള ഭരണകൂടത്തോട് പ്രതിഷേധമുള്ളവരും കരുതിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബഹിഷ്കരിക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ അർജന്റീനയിൽ പോയിട്ട് അർജന്റീനയിലെ സ്ഥിതിവിശേഷങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്കിത്. അല്ലെങ്കിൽ നമുക്ക് അർജന്റീനയിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല ജേർണലിസ്റ്റുകൾക്കൊക്കെ. അപ്പോൾ ലോകകപ്പായ സമയത്ത് നമുക്ക് അർജന്റീനയിൽ പോകാം, ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം, മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ പട്ടാള ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ, ഈ രീതിയിലൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ പല രാജ്യങ്ങളും ഈ പ്രതിഷേധം ഉണ്ടായിരുന്നു. നെതർലാൻഡ്സിൽ പിന്മാറണം എന്നൊരു വാദമുണ്ടായിരുന്നു. ഇതിൽ ഫ്രാൻസിലുണ്ടായിരുന്നു. അപ്പോൾ പാരീസ് ആയിരുന്നു ഈ പ്രതിഷേധത്തിൻ്റെ, പുറത്തുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രാൻസ് ടീമിൻ്റെ മാനേജറായിരുന്നു മൈക്കൽ ഹിഡാൽഗോ. അപ്പോൾ അദ്ദേഹം ബ്യൂണസ് അയേഴ്സിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് തലേന്ന് അദ്ദേഹത്തിൻ്റെ വീട് ബോർഡോയിലായിരുന്നു. ഫ്രാൻസിലെ ബോർഡോയിൽ നിന്ന് ഒരു കാറിൽ വരുന്ന, അദ്ദേഹം ഭാര്യയും കാറിൽ വരുന്ന വഴി 4 പേര് വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കൂടി ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ 4 പേരുണ്ടായിരുന്നു, ഒരു റിവോൾവറും, ഒരാൾ റിവോൾവർ ചൂണ്ടിയിട്ട്. അപ്പം ഹിഡാൽഗോ പെട്ടെന്ന് തോന്നി ഇതിപ്പം ശരിയാവില്ല, ഞാൻ ഇവരെ കൂടെ പോയാൽ എൻ്റെ ജീവൻ എന്തായാലും നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഹിഡാൽഗോ അവരോട് പൊരുതി തോക്ക് തട്ടിത്തെറിപ്പിച്ചു. അപ്പം അവരും രക്ഷപ്പെട്ടു. എന്നിട്ട് ഹിഡാൽഗോ നേരെ ഭാര്യയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ റിവോൾവറും അവിടെ കൊടുത്തു. അപ്പോൾ റിവോൾവർ അൺലോഡഡ് ആയിരുന്നു, റിവോൾവർ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. അപ്പം പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞ ഇതൊരു കിഡ്നാപ്പിംഗ് അറ്റംപ്റ്റ് മാത്രമായിരുന്നു. അതായത് അദ്ദേഹത്തെ കിഡ്നാപ്പ് കൊല്ലണമെന്നൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അർജന്റീനയിലേക്ക് പോകുന്ന ഫ്രാൻസിൻ്റെ നിലപാടിനുള്ളിൽ ഒരു പ്രതിഷേധം ലോകം അറിയണം, അർജന്റീനയിലെ പട്ടാള ഭരണകൂടത്തിനെതിരെയുള്ളൊരു പ്രതിഷേധ സൂചകം എന്നുള്ള രീതിയിലാണ്. അപ്പം അതൊരു സത്യം പറഞ്ഞാൽ ഹിഡാൽഗോ എന്നിട്ട് ഇതിന് വിഡ്രോ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ പിന്നെ അതിന് നിന്നില്ല. പിന്നെ അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്.
പിന്നെ മറ്റൊരു നമ്മൾ വളരെയധികം നമ്മൾ പറഞ്ഞു കേട്ട ഒരു കാര്യം യോഹാൻ ക്രൈഫിൻ്റെ, നെതർലാൻഡ്സിൻ്റെ സൂപ്പർ താരമായിരുന്ന യോഹാൻ ക്രൈഫിൻ്റെ ഒരു പിന്മാറ്റമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ 1974 അവർ ഫൈനൽ കളിച്ചു, അതിലെ സൂപ്പർ താരമായിരുന്നു ക്രൈഫ്. അപ്പോൾ ക്രൈഫിൻ്റെ പിന്മാറ്റം വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ക്രൈഫ് പിന്മാറിയത് ഈ രാഷ്ട്രീയ അർജൻറ്റീനിയൻ ഭരണകൂടത്തോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ടാണ്, അതിനോടുള്ള ഒരു പ്രതിഷേധം കൊണ്ടാണ്, അതല്ല ഡച്ച് ഫുട്ബോൾ അസോസിയേഷനായിട്ടുള്ള തർക്കങ്ങൾ കൊണ്ടാണെന്നുള്ള പല വേർഷൻസ് ഉണ്ടായത്. പക്ഷെ അത് പിന്നീട് 2008 ക്രൈഫ് തന്നെ വെളിപ്പെടുത്തി, ഞാൻ പിന്മാറിയത് അതുകൊണ്ടൊന്നുമല്ല, ബാഴ്സലോണയിൽ വെച്ച് എൻ്റെ വസതിയിൽ കുറച്ച് പേര് അതിക്രമിച്ച് കടന്ന് എന്നെയും എൻ്റെ ഭാര്യയെയും ബന്ദികളാക്കി. അപ്പോൾ അതോടുകൂടി എൻ്റെ ഒരു ഫുട്ബോളിനോടും ജീവിതത്തോടുമുള്ള ഒരു മനോഭാവം തന്നെ മാറി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്മാറിയതെന്ന്. അപ്പം ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു ബോയ്ക്കോട്ടിലേക്ക്, ഒരു മാസ് ബോയ്ക്കോട്ടിലേക്ക് നയിച്ചില്ല എന്നതാണ് സത്യം. നമ്മൾ പുറത്തെ രാജ്യങ്ങളുടെ നിലപാടുകൾ, അവരുടെ ഒരു രീതികളൊക്കെ നമ്മൾ സംസാരിച്ചു. ഈ മത്സരങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പ്രശ്നങ്ങളുടെ സമയത്ത് അവിടെ ബഹിഷ്കരണങ്ങൾ അല്ലെങ്കിൽ അവിടെ പ്രതിഷേധങ്ങൾ വരും. അപ്പോൾ അത്തരത്തിൽ എന്തായിരുന്നു അർജന്റീനയിലെ ഒരു പ്രതിഷേധ സ്വരം, ഏത് തരത്തിലായിരുന്നു? അർജന്റീനയിലെ ജനങ്ങളും ഇത് വലിയൊരു അവസരമായിട്ടാണ്. അർജന്റീനയിലെ ഒരു പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് വലിയ അവസരമായിട്ട് തന്നെയായിരുന്നു. കാരണം വിദേശ പ്രതിനിധികൾ വരുന്നു, നമ്മളുടെ ഒരു അവസ്ഥ കാണുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിസിബിൾ ആയിരിക്കണം, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പറയണം എന്നുള്ള രീതിയിൽ. അപ്പം ഈ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ പ്രസ് ബോക്സ്, അതായത് ജേർണലിസ്റ്റുകൾക്ക് പ്രസ് ബോക്സ് സ്ഥാപിക്കേണ്ടിയിരുന്ന അവിടെ ഒരു കാർ ബോംബ് സ്ഫോടനമൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അവിടുത്തെ ഒരു ഡിറ്റൻഷൻ സെൻറ്റർ, എസ്മ എന്ന് പറയുന്ന ഒരു ഡിറ്റൻഷൻ സെൻറ്ററും എസ്റ്റാഡിയോ മോണുമെൻറ്റിൽ, ഫൈനൽ നടക്കുന്ന എസ്റ്റാഡിയോ മോണുമെൻറ്റിലും വളരെ അടുത്തായിരുന്നു എന്നുള്ളത്. അപ്പം ഒരു സ്ഥലത്ത് മത്സരത്തിൻ്റെ ആരവങ്ങൾ ഉയരുന്നു, മറു സ്ഥലത്ത് ഈ ഡിറ്റൻഷൻ ക്യാമ്പിലെ രോദനങ്ങൾ. അപ്പോൾ ആ ഒരു ഇമേജറി ശരിക്കും പറഞ്ഞാൽ ആ ലോകകപ്പിനെ പോർട്രേ ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ എടുത്തു കാണിച്ചൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പം മദേഴ്സ് ഓഫ് പ്ലാസ ഡി മായോ എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധമുണ്ട്. അതായത് കാണാതായ കുഞ്ഞുങ്ങളുടെ അമ്മമാർ എല്ലാ വ്യാഴാഴ്ചയും ഒരു പ്ലാസയിൽ ഒത്തുകൂടിയിട്ട് അവരുടെ പ്രതിഷേധം. അപ്പോൾ അവരുടെ പ്രതിഷേധം എന്താണെന്ന് വെച്ചാൽ അവരൊരു തലയിലൊരു വെള്ള സ്കാർഫ് ഇട്ടിട്ടുണ്ട്. ആ സ്കാർഫ് ശരിക്കും പറഞ്ഞാൽ ഡയപ്പറുകളുകൊണ്ട്, കുട്ടികളുടെ ഡയപ്പറുകൾ കൊണ്ട് നിർമ്മിച്ച് അതിൽ മക്കളുടെ പേര് എഴുതി, ആ രീതിയിൽ വളരെ വ്യത്യസ്തമായ പ്രതിഷേധങ്ങളും ആ സമയത്തുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വേൾഡ് കപ്പ്, നമ്മളൊരു ഗ്ലോബൽ ഒരു സ്പോർട്ടിംഗ് സ്പെക്ടക്കിൾ എന്നതിനപ്പുറം ഇതുപോലെ തന്നെ ഒരു ഗ്ലോബലി ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ് കൂടി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ആ രീതിയിൽ വിഷ്വലൈസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ആ ലോകകപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് അതുപോലത്തെ ഇമേജുകൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ 78 വേൾഡ് കപ്പിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന പെറു 6-0 എന്നുള്ള സ്കോർ ലൈനിലുള്ള മത്സരമാണ്. ആ ഒരു മത്സരം ഇത്രയും വിവാദമായതിൽ ഈ ഒരു പട്ടാള ഭരണം അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പങ്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് പോയി? പൊതുവേ പറയുന്ന മത്സരം അർജന്റീന പെറു 6-0 തോൽപ്പിച്ച മത്സരം. പൊതുവേ ഒരു അർജന്റീനയ്ക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന് തെളിവൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഒരു പരിശീലകൻ, അർജന്റീനയ്ക്കെതിരെ മത്സരിച്ച ടീമിൻ്റെ പരിശീലകൻ പറഞ്ഞത് അവിടെ കാറ്റ് പോലും, അന്തരീക്ഷത്തിലെ വായു പോലും അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നു എന്നുള്ള രീതി. അപ്പോൾ റഫറിങ് തീരുമാനങ്ങൾ, അതുപോലെ മറ്റു പല കാര്യങ്ങളും അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ 6-0 മത്സരം എന്ന് പറയുന്നത് പെറുവിനെതിരെ, പെറു അന്ന് നല്ല ടീമാണ്. ഇപ്പോൾ നമ്മൾ പെറുവിനെ ലോകകപ്പിലൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ പെറു നല്ല ടീമാണ്. അതിന് മുൻപുള്ള മത്സരങ്ങളിൽ വെറും 5 ഗോളുകളാണ് വഴങ്ങിയിരുന്നത്. അവരാണ് ഈ അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ആദ്യ പകുതിയിൽ 2 ഗോളും പിന്നെ 4 ഗോളും സെക്കൻഡ് ഹാഫിൽ 4 ഗോളും വഴങ്ങുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ ബ്രസീൽ പോളണ്ടിനെ 3-1 തോൽപ്പിച്ചിരുന്നു. അപ്പോൾ അതോടുകൂടി അർജന്റീനയ്ക്ക് ഫൈനലിലെത്താൻ 4 ഗോൾ മാർജിനിൽ ജയിക്കണം എന്നായി. ആ മത്സരമാണ് അവർ 6-0 ജയിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് അതിനുശേഷം ആ മത്സരത്തിൽ ഒരു ഒത്തുകളി നടന്നു. അത് നയതന്ത്ര തലത്തിലുള്ള ഒത്തുകളിയായിരുന്നു. അർജന്റീനയും പെറുവും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു. അർജന്റീനൻ പ്രസിഡന്റും നേരത്തെ പറഞ്ഞ റാഫേൽ വിദേലയും പെറു പ്രസിഡന്റ് അവർ തമ്മിൽ ഒത്തുകളിയായിരുന്നു. അതായത് പെറുവിലേക്ക് മത്സരശേഷം 2 കപ്പൽ ഗോതമ്പ് കയറ്റി അയച്ചു എന്ന് പറയുന്നുണ്ട്. കുറേ പ്രിസണേഴ്സിനെ വിട്ടയച്ചു എന്ന് പറയുന്നുണ്ട്. അവർക്ക് വായ്പ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെറുവിൻ്റെ ഗോൾ കീപ്പർ അർജന്റീനയിൽ ജനിച്ച ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നേരെയും ആരോപണമാണ്. പക്ഷേ അദ്ദേഹം വീണ്ടും പെറുവിന് വേണ്ടി കളിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള തെളിവുകൾ ഉണ്ടായിട്ടില്ല. മത്സരത്തിൽ ഒത്തുകളി നടന്നോ എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പൊതുവേ ഒരു അർജന്റീനയ്ക്ക് അനുകൂലമായ സാഹചര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഫൈനൽ വളരെ വിവാദം. വീണ്ടും നെതർലാൻഡ്സ് ഫൈനലിലെത്തി. ആ ഫൈനലിൽ അർജന്റീനൻ ടീം കുറച്ച് വൈകിയാണ് വന്നത്. മനപൂർവ്വം അവരെ കാത്തു നിർത്തി. അപ്പോൾ ആ രീതിയിൽ ആദ്യം തന്നെ അവരൊരു സൈക്കോളജിക്കൽ എഡ്ജ് കിട്ടാൻ വേണ്ടി ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ നെതർലാൻഡ്സിൻ്റെ കെർക്കോഫ് എന്ന് പറഞ്ഞ താരത്തിൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ട് ആ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം മുൻപ് മത്സരങ്ങളും കളിച്ചത്. അപ്പോൾ അർജന്റീനൻ ക്യാപ്റ്റൻ പാസറല്ല അത് മാറ്റണം എന്ന് റഫറിയോട് ആവശ്യപ്പെട്ടു. അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഈ പ്ലാസ്റ്റർ അണിഞ്ഞുകൊണ്ടാണ് കളിച്ചത്, പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പം അദ്ദേഹം അത് നിർബന്ധം പിടിച്ചു.
അപ്പോൾ നിർബന്ധം പിടിച്ചപ്പോൾ അത് മാറ്റണം എന്ന് പറഞ്ഞു, റഫറി മാറ്റണം എന്ന് പറഞ്ഞു. പിന്നെ റഫറി പറഞ്ഞു എന്നാൽ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബാൻഡേജ് ഇട്ടിട്ടാണ് പിന്നെ അദ്ദേഹം ആ മത്സരം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധം, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ നെതർലാൻഡ്സ് ടീം ആ മത്സരത്തിന് ശേഷമുള്ള ഒരു സെറിമണിയിലും വിട്ടുനിന്നു. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ തുടക്കം, കളിയുടെ തുടക്കം, ലോകകപ്പിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വിവാദങ്ങൾ നിറഞ്ഞു എന്നൊരു മത്സരമായിരുന്നു അത്. അതുകൊണ്ടാണ് പ്രശസ്തനായ ഫുട്ബോൾ എഴുത്തുകാരൻ സൈമൺ കൂപ്പർ ആ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുന്നത്. ഈ വേൾഡ് കപ്പിനെ കുറിച്ച് അറിയുന്തോറും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഈ വേൾഡ് കപ്പ് ഒരിക്കലും നടക്കരുതായിരുന്നു എന്നുള്ളതാണ് അത് എന്നില്ലേ. ഇപ്പം നമ്മൾ വേൾഡ് കപ്പ് നടക്കരുതായിരുന്നു, വേൾഡ് കപ്പ് ഒരുപാട് വിവാദങ്ങളാണെന്നൊക്കെ സംസാരിക്കുമ്പോഴും ആ വേൾഡ് കപ്പ് കളിച്ചൊരു ടീമുണ്ട്. അപ്പോൾ ഈ പസറലക്ക് കീഴിലിറങ്ങിയ ഒരു ടീമുണ്ട്. ആ ഒരു ടീം എത്രത്തോളം ഒരു കിരീടത്തിന് അർഹിക്കുന്ന ടീമായിരുന്നു? എന്തായിരുന്നു ആ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ആ ടീം നല്ല ടീമായിരുന്നു. നമ്മൾ ആ ടീം ലോകകപ്പ് അർഹിക്കുന്നില്ല, അനർഹമായ രീതിയിൽ ലോകകപ്പ് നേടിയതാണെന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന, ആ കളിക്കാരോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. കാരണം അവർക്ക് ഫേവർ കിട്ടിയിട്ടുണ്ടോ, ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ ടീം അന്നത്തെ ഫേവറിറ്റുകൾ തന്നെയായിരുന്നു. അപ്പം ആ ടീം ഇപ്പോൾ വേൾഡ് കപ്പിന് തൊട്ടുമുമ്പ് വേൾഡ് സോക്കർ മാഗസിൻ പറഞ്ഞ് ഫൈനലിൽ അർജന്റീനയ്ക്ക് എതിരാളികൾ ആര് എന്നുള്ള രീതിയിലാണ് വേൾഡ് സോക്കർ മാഗസിനൊക്കെ അത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത്രയും നല്ല ടീമായിരുന്നു. പാസറലെ പോലെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, കെമ്പസിനെ പോലെ ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നു, പിന്നെ ഓസ്വാൾഡോ അഡിലസിനെ പോലെ ഒരു നല്ലൊരു മിഡ്ഫീൽഡർ, പ്ലേ മേക്കർ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടീമായിരുന്നു. പക്ഷേ ആ ടീമിലും ചർച്ചയായത് ശരിക്കും പറഞ്ഞാൽ ആ ടീമിൽ ഇല്ലാതെ പോയ ഒരാളുടെ കാര്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഡിയാഗോ മറഡോണയുടെ കാര്യം. അന്ന് 17 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന മറഡോണ ആ ടീമിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ചൊല്ലിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ വിവാദങ്ങളുണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറഡോണ അതിൻ്റെ ഒരു പ്രിലിമിനറി സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്വാഡ് 25 പേരടങ്ങുന്ന സ്ക്വാഡ് അർജന്റീനയിൽ അത് ക്യാമ്പിലുണ്ടായിരുന്നു. 22 പേരെയായിരുന്നു ഫൈനൽ സ്ക്വാഡിലേക്ക് എടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ സെസർ ലൂയിസ് മനോട്ടി പരിശീലകനാണ്. അദ്ദേഹത്തിന് ശരിക്കും മറഡോണയോട് വാത്സല്യം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം അന്ന് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് അന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളെ 3 പേരെ ഒഴിവാക്കണം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ 3 പേര്, മറഡോണ ഉൾപ്പെടെയുള്ള 3 പേര് പ്രഖ്യാപിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹപരിശീലകൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ആ പയ്യൻ ഇന്ന് രാവിലെ നടന്ന പരിശീലന മത്സരത്തിൽ ഹാട്രിക്ക് നേടിയിട്ടുണ്ട്. അപ്പം പാസറല്ല മെനോട്ടി ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ മെനോട്ടി പിന്നീട് അപ്പം വളരെ സങ്കടത്തോടെയാണ് മറഡോണ ക്യാമ്പ് വിടുന്നത്. അന്ന് തന്നെ ക്യാമ്പ് വിടുന്നത്. പക്ഷേ മെനോട്ടി അദ്ദേഹത്തെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, നിൻ്റെ ദിവസം വരും, നീ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ആകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറഡോണയും പിന്നെ മറഡോണ ഒരു പിന്നീടൊരു ക്ലാഷിലേക്കൊന്നും അത് പോയിട്ടില്ല. കാരണം മെനോട്ടിക്ക് അറിയായിരുന്നു മറഡോണ മികച്ച പ്ലെയറാണ്. അദ്ദേഹം വളരെ ജെന്യൂനായ റീസൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. 17-കാരനായ ഒരു പയ്യനെ എൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേറൊരു ബർഡൻ, പിന്നെ ടീമിലും ഇടമില്ല എന്നുള്ളതും ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ മറഡോണ അടുത്ത വർഷം തന്നെ Under-20 വേൾഡ് കപ്പിൽ അർജന്റീനയെ വിജയത്തിലേക്ക് നയിച്ചു. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 1986 ലോകകപ്പിൽ ഒറ്റയ്ക്ക് അർജന്റീനയെ തോളിലേറ്റി കിരീടത്തിലെത്തിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഈ 86 ലോകകപ്പ് നമ്മൾ സംസാരിക്കുമ്പോഴേ, ഈ 86 ലോകകപ്പ് നമ്മൾ അർജന്റീനക്കാർ ഒരുപാട് ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേറെ 2022 ഖത്തർ ലോകകപ്പ് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഈ 78 ലോകകപ്പ് ആ ഒരു കിരീട വിജയം പലപ്പോഴും അർജന്റീന മറന്നു പോകുന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഓർത്തെടുക്കാത്ത രീതി നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അതിനൊരു കാരണം? അത് ഈ ഒരു വിവാദങ്ങളൊക്കെയാണോ, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് ആ ടീം അർഹിച്ചിരുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുള്ളിലുള്ളതാണ്? എന്താണ് ഇതിനൊരു കാരണം? വളരെ, ഞാൻ പറഞ്ഞില്ലേ, വളരെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ആ ടീം അർഹിച്ചിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും, ആ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത്തും അവരുടെ ഒരു ഇത് നോക്കുമ്പോൾ. പക്ഷേ അർജന്റീനക്കാർക്ക് ആ വേൾഡ് കപ്പ് അവരുടെ ഒരു കറുത്ത കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വേൾഡ് കപ്പിന് ഇപ്പം 1986 വേൾഡ് കപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് മറഡോണയുടെ ഒരു വലിയൊരു നല്ല കാലം ഓർമ്മ വരും. മറഡോണയെക്കുറിച്ചുള്ളൊരു നൊസ്റ്റാൾജിയ വരും, അദ്ദേഹത്തിൻ്റെ ഒരു കളി മികവിനെ കുറിച്ചുള്ളത് വരും. അതുപോലെ 2022 വേൾഡ് കപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ മെസ്സി വരും. 1978 വേൾഡ് കപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലേക്ക് വരുന്നത് കെമ്പസും പാസറല്ലയും മെനോട്ടി മാത്രമല്ല, അവരുടെ ഒരു ഭൂതകാലത്തിൽ ഏറ്റവും കറുത്തിരുണ്ട ഒരു അധ്യായത്തിൻ്റെ ഒരു വളരെ മോശം കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി. അപ്പോൾ അത് വളരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ആ പ്രശ്നങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കാലം കൂടിയായിരുന്നു. പിന്നീട് അതിൻ്റെ മേമ്പൊടിയായിട്ട് ഈ അർജന്റീന അനർഹമായിട്ടാണ് നേടിയത് എന്നുള്ളൊരു നരേറ്റീവ്സ് കൂടി ഉണ്ട്. പെറുവിനെതിരെ 6-0 ജയിച്ചു, ആ മത്സരത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീനയോട് അവരുടെ ഒരു ഫുട്ബോൾ മെമ്മറിയിൽ ഏറ്റവും മിഴിവോടെ നിൽക്കുന്ന ലോകകപ്പ്, ആദ്യത്തെ ലോകകപ്പ് 1986 മറഡോണ അവർക്ക് നേടിക്കൊടുത്ത ലോകകപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1978 ലോകകപ്പിന് അവർ ആദ്യ ലോകകപ്പ് നേട്ടമായിട്ട് പറയുമ്പോൾ തന്നെ അവർ ആഘോഷിക്കുന്ന ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ 1986 ലോകകപ്പ് തന്നെയാണ്.